നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ചില വിലപേശലുകൾ നടക്കുകയാണ്. കാരണം ഇനിയുള്ള മാസങ്ങൾ മുന്നണികൾക്ക് അതിനിർണായകമാണ്. പല നീക്കങ്ങളും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഇതിൽ പ്രധാനമായും നിതീഷ് കുമാറിന്റെ നീക്കമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വീണ് കിട്ടിയ അവസരം ഭംഗിയായി ഉപയോഗിക്കുവാനുള്ള ശ്രമത്തിലാണ് നിതീഷ് കുമാർ ഉള്ളത്. മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിലപേശൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. JDU-വിന് അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയായിരിക്കും നരേന്ദ്രമോദിയോട് അദ്ദേഹം നേരിട്ട് പറയുക. മോദിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ഭരണം വളരെ ദുർഘടം പിടിച്ചതാണ്. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, നിലവിൽ NDA ഏത് രീതിയിലും തകർന്നു പോകാനുള്ള സാധ്യത ഉള്ളതിനാൽ സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടി മുന്നണി സംവിധാനം ബലപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യതയുമുണ്ട്. നിതീഷിന് എപ്പോ വേണമെങ്കിലും ഏത് മുന്നണിയിലേക്ക് പോകുവാനുള്ള ഓഫറുകളുമുണ്ട്. അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നിതീഷിന്റെ വാക്കുകൾ കേൾക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം മോദിക്കും അതുപോലെ അമിത്ഷാക്കും വന്നിരിക്കുകയാണ്. മോദിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് നിയമ ഭേദഗതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. എങ്ങനെയാണോ ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കിയത്, എങ്ങനെയാണോ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിശക്തമായി നടപ്പിലാക്കാൻ ശ്രമിച്ചത്, അതുപോലെ ഭരണഘടനയിലെ മറ്റു പല കാര്യങ്ങളെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയൊക്കെ അതിനകത്ത് അവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ പലതും കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ പൊളിയുകയാണ് ചെയ്തത്. അവിടെയാണ് നിതീഷ് കുമാറിന് വിലപേശാൻ അവസരമുണ്ടായിരിക്കുന്നത്. ബീഹാറിൽ നിതീഷിന് കൂടുതൽ ആനുകൂല്യങ്ങൾ നിർമ്മലാ സീതാരാമൻ നൽകിയെങ്കിലും അത് വാസ്തവത്തിൽ JDU-വിനല്ല ഗുണം ചെയ്യുക എന്നത് നിതീഷ് കുമാറിന് നന്നായിട്ട് അറിയാം. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മഹാരാഷ്ട്ര മോഡൽ ഭരണം ബീഹാറിലും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് മോദിയെ കണ്ട് വിലപേശൽ നയം തുടങ്ങാൻ നിതീഷ് കുമാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റക്ക് 130ഓളം സീറ്റെങ്കിലും JDU-വിനെ ഇത്തവണയും ബീഹാറിൽ മത്സരിക്കാൻ വേണം. അതുപോലെ തന്നെ മന്ത്രിസഭയിൽ JDU പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമം, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിസഭാ വികസനം ഉടനടി നടപ്പിലാക്കണം തുടങ്ങിയ നിരവധിയായ ആവശ്യങ്ങൾ നിതീഷ് കുമാർ നരേന്ദ്രമോദിയുമായി പങ്കുവെക്കുമെന്നതാണ് സൂചനകളും. പാട്നയിൽ തിരക്കിട്ട ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിതീഷ് കുമാർ ഒരു ഫാക്ടർ തന്നെയാണ്. ഗ്രാമീണ മേഖലകളിൽ കോൺഗ്രസ് വോട്ട് വർദ്ധിപ്പിച്ചാൽ ഫലം മറ്റൊന്നാകുമെന്നത് BJP-ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ BJP-ക്ക് താൽക്കാലികമായി നിതീഷ് കുമാറിനെ പിണക്കാനും സാധിക്കില്ല. കേവല ഭൂരിപക്ഷം നേടാൻ BJP കഴിയാത്തിടത്തോളം കാലം മഹാരാഷ്ട്ര പോലെ അത്ര എളുപ്പത്തിൽ ബീഹാറിൽ ഭരിക്കാൻ കഴിയില്ല എന്നത് BJP-ക്ക് കൃത്യമായിട്ടറിയാം. അവിടെയാണ് നിതീഷിന്റെ ഈ വിലപേശൽ എത്രത്തോളം ഫലം കാണുമെന്നത് കണ്ടറിയേണ്ടത്.